RSSകാർ ഈ രീതിയിലാണ് പെരുമാറുന്നത് എങ്കിൽ ഇത് ആദ്യത്തെ അനുഭവമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആദ്യത്തെ അനുഭവമല്ല RSSകാരെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ കൊലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ ഒരു നിലപാട്, ഒരു നടപടി നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ RSSനെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ടില്ല എങ്കിൽ യാതൊരു സംശയവുമില്ല അത് ഈ രാജ്യത്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഗുജറാത്തല്ല, ഇത് കേരളമാണ്, ഇത് മലപ്പുറം ജില്ലയാണ്. ആര്യങ്ങത്തിന്റെ ആദിമുസ്ലിംമാരുടെ വലിയ കോടുമലക്കാവിയുടെ മന്ത്രം ശ്രീധരൻ തങ്ങളുടെ പേരക്കുട്ടികളാണ് ഞങ്ങളുടെ രക്തം ഇപ്പോഴും ഒരു കുഴപ്പവും പറ്റാതെ ആ സാമ്രാജ്യത്വ വിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ ഞങ്ങൾ പോരാടിയതിന്റെ രക്തം, ഞങ്ങളുടെ പിതാമഹന്മാരുടെ രക്തം ഇപ്പോഴും ഞങ്ങളുടെ സിരകളിൽ ബാക്കിയുണ്ട്. ഞങ്ങളുടെ രാജ്യത്തെ നിയമത്തെ മാനിക്കുന്നു, മാന്യന്മാരായ പോലീസുകാരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. RSSകാരെ ഇനി പോലീസല്ല, അതിന്റെ അപ്പുറത്തുള്ളവരാണെങ്കിലും ശരി, കറിവേപ്പിലയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുക, ഞങ്ങൾ പരിഗണിക്കുന്നില്ല. RSS ആണ് പോലീസെങ്കിൽ നിങ്ങൾ കാക്കിയാണ് ധരിച്ചിട്ടുള്ളത്, കാവിയല്ല. കാക്കിയോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളോട് ഞങ്ങൾക്ക് ആദരവുണ്ട്, ഞങ്ങൾ അനുസരിക്കും. നിങ്ങൾ പോലീസാകുമ്പോൾ നിങ്ങൾ RSS ആയാൽ RSSന് മനസ്സിലാകുന്ന ഒരു ഭാഷ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഭാഷകൾ ഞങ്ങൾ സംസാരിക്കും. RSSന് മനസ്സിലാകുന്ന ഭാഷ ഇന്ത്യ രാജ്യത്ത് അത് പഠിപ്പിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടാ. ആ ഭാഷ പഠിപ്പിക്കാൻ, അത് പറയുവാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. ഈ പ്രതിഷേധ റാലിയിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനമായ ഒരു ആവശ്യം അതാണ്. യഥാർത്ഥ കുറ്റവാളികൾ, നിങ്ങൾ ഡമ്മി പ്രതികളെ കുത്തിത്തിരികെ കയറ്റാൻ നടക്കുമ്പോൾ എല്ലാവർക്കും ഡമ്മിയാണല്ലോ, ഒറിജിനൽ എവിടെയും കിട്ടാനില്ല. എന്നിട്ട് ഡബ്ബികളെ കാണിച്ചിട്ട് എന്നിട്ടോ ഈ കേസ് നടത്തുന്ന, ഇതിൽ നേതൃത്വം കൊടുക്കുന്ന, അത് നിയന്ത്രിക്കുന്ന നാട്ടിലെ പ്രമാണിമാരൊക്കെ എവിടെ കൂട്ടരെ? ഈ ഡമ്മി പ്രതി ഒരുത്ത സ്റ്റേഷനിൽ വന്നിട്ട് പറയാ ഞാനാണ് കൊന്നത്, ഞാനാ കൊന്നത് നിർത്തുന്നത് സമ്മതിക്കാം. അവ കൂട്ടത്തിലെ മറ്റേ പോലീസരാ ആയിക്കോട്ടെ. ഇങ്ങനെ ആർക്കും എന്തും പറയാൻ പറ്റുമോ? എന്നിട്ട് അവസാനം ഇത് ഈ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു പല സംഘടനക്കാർക്കും കേസ് നടത്തി പരിചയം ഉണ്ടാവില്ല. ഓലിക്കൊക്കെ വന്നിട്ട് ഞാനാ പ്രതി എന്ന് പറഞ്ഞാൽ അത് മതി എന്നൊക്കെ അവർ നിങ്ങൾ സമ്മതിക്കും. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർക്ക് അറിയാം എങ്ങനെ കേസ് എടുക്കേണ്ടത്. ഒരുത്തം വന്നിട്ട് ഞാനാണ് പ്രതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കോടതിയിൽ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ വക ഒരു നാടകവും ഇവിടെ വേണ്ട. പോലീസുകാരെ ഇവിടെ വേണ്ട. DYSPയോടും CIയോടാണ് ഞങ്ങൾ പറയുന്നത്, ആ വക നാടകങ്ങളൊന്നും ഇവിടെ വേണ്ട. ഇവിടെ നിങ്ങളെ മര്യാദക്ക് ശരിയായ രീതിയിൽ, ന്യായമായ രീതിയിൽ കേസ് അന്വേഷിക്കണം. ഇത് മലപ്പുറം ജില്ലയാണ്. ഈ മലപ്പുറം ജില്ലയിൽ മതസൗഹാർദ്ദം നിലനിൽക്കണം. ഇത് ഇന്ത്യ രാജ്യത്തിന് മാതൃകയായ ജില്ലയാണ്. ലോകത്ത് തന്നെ മതസൗഹാർദ്ദത്തിന്, മതേതരത്വത്തിന് മാതൃകയായ ജില്ലയാണ് മലപ്പുറവും മലപ്പുറത്തിലെ മുസ്ലിങ്ങളും. കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും മലപ്പുറം ജില്ലയിൽ പുറത്ത് മുഴുവൻ ആളുകളും സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചാണ്, ആതിഥ്യ മര്യാദയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ജാതിയും മതവും പരിഗണന നോക്കാതെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ട്. സ്നേഹിച്ചവന് ഞങ്ങൾ ചങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ വഞ്ചിച്ചവന്റെ ചങ്ക് പറിച്ച പാരമ്പര്യവും ഈ നാട്ടുകാർക്കുണ്ട്. ഞങ്ങളുടെ ചങ്ക് പറിച്ചവരുടെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ആളറിയില്ലാത്തുള്ള ബേജാറ് കൊണ്ടാണോ? ആരൊക്കെ പ്രതി അറിയാത്തത് കൊണ്ടാണോ? നാരായണനും പ്രകാശനും അങ്ങനെ കുറച്ച് ആളുകളെ പേര് മാത്രമേ അറിയുള്ളൂ. അല്ല, ഞങ്ങൾക്കറിയാം ആരൊക്കെയാണ് പ്രതി എന്നുള്ളത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വാ, ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളെ കൂടെ വാ, ഞങ്ങൾ കാണിച്ചു തരാം എവിടെയല്ലേ എന്നുള്ളത്. നിങ്ങൾക്കല്ലേ തെരഞ്ഞിട്ട് കിട്ടാത്തത്? നിങ്ങൾ തെരഞ്ഞിട്ട് കിട്ടണതാണ് നല്ലത്, ഞങ്ങൾ തെരഞ്ഞിട്ട് കിട്ടാതൊക്കെയല്ല നല്ലതുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ തെരയിപ്പിക്കരുത്. നിങ്ങൾ തെരയുന്നുണ്ടെന്നുള്ള സമാധാനത്തിലാണ് ഞങ്ങൾ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെന്താ വിചാരിച്ചത്? 8 ആളുകളെ ഗൂഢാലോചനക്കാരെന്ന് പറഞ്ഞ് സ്റ്റേഷന്റെ അകത്ത് കയറ്റിയത് എന്തിനാണെന്നറിയുന്നത്? ഓർക്ക് സർക്കാർ ചെലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. സർക്കാർ ചെലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങൾക്കറിയാലോ. അല്ലാതെ ഓലകൾ കുറ്റവാളികളാന്ന് വിചാരിച്ചിട്ട് ഓരോടുള്ള പ്രതികളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ക്രമസമാധാനം നടപ്പിലാകണമെന്നുള്ള സ്നേഹം കൊണ്ട് പിടിച്ചുകൊണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമുക്കറിയാം നമ്മുടെ രാജ്യം, ഈ രാജ്യത്തെ ജനങ്ങളെ അത്തരത്തിലുള്ള തെറ്റായ വഴികളിലേക്ക് നീങ്ങുവാൻ, വൈകാരികമായ തലങ്ങളിലേക്ക് നീങ്ങുവാൻ ഭരണകൂടം ശ്രമിക്കരുത്. അവരെ തെറ്റായ വഴികളിലേക്ക് ജനങ്ങളെ നയിക്കരുത്. രാജ്യത്തെ ഭരണകൂടം നീതി നിഷേധിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ അരക്ഷിതബോധമുണ്ടാകും. അരക്ഷിതബോധമുണ്ടായാൽ ആളുകൾ നിയമം കയ്യിലെടുക്കും. അത് രാജ്യത്ത്
സമാധാനത്തിന് ഭംഗമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കേരളം പല കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കൊലപാതകങ്ങളിലൊക്കെ പോലീസ് പല നിലപാടുകളും സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാരുകൾ പല നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നാദാപുരത്ത് ഷിബിൻ എന്ന് പറയുന്നൊരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. എന്താ ഉണ്ടായത്? എല്ലാ പ്രതികളെയും പോലീസ് വളരെ വേഗത്തിൽ ആട്ടിപ്പിടിച്ച് മുസ്ലിം ലീഗിന്റെ എല്ലാ ആളുകളെയും, അത് ഉത്തരവാദികളെന്ന് പറയുന്ന ആളുകളെയൊക്കെ അവർ പിടിച്ച് കൂട്ടിലടച്ചു. മാത്രമല്ല 25 ലക്ഷം രൂപ കേരള പോലീസും ഗവൺമെന്റും ഒന്നിച്ചു നിന്നുകൊണ്ട് അന്നത്തെ UDF ഗവൺമെന്റ് 25 ലക്ഷം രൂപ ഷിബിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി കൊടുത്തു. ഇവിടെ ഫൈസൽ എന്ന് പറയുന്ന സഹോദരന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഈ നാട്ടുകാരുടെ മുഴുവൻ ആവശ്യവും അതാണ്. ഫൈസലിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. അത് കൊടുക്കണം. പിണറായി മോദിക്ക് പഠിക്കരുത്. പിണറായി മോദിക്ക് പഠിക്കരുത്. ലെന്ന് പഠിക്കും, സ്റ്റാലിന് പഠിച്ചു, എംഗൽസിന് പഠിച്ചു, മാർക്സിന് പഠിച്ചു, മുസോളിനിക്ക് പഠിച്ചു, ഹിറ്റ്ലർക്ക് പഠിച്ചു. ഒക്കെ പോരാഞ്ഞിട്ട് ഇപ്പൊ പിണറായി മോഡിക്ക് പഠിക്കാൻ നിൽക്കുക. മോഡിയെ കണ്ട് ഡൽഹിയിൽ പോയി ചർച്ച നടത്തി വന്നതിന് ശേഷം കേരളത്തിൽ വന്ന പിണറായിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നമ്മൾ കണ്ടു. ഒരു ശംസുദ്ദീൻ ബാലത്തി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ, അയാള് എന്തോ പ്രബോധനപരമായി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് UAPA. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ത്യ രാജ്യത്തിന് മുഴുവനും ഇന്ത്യക്ക് പുറത്തും വർഗീയ വിദ്വേഷം സമയത്തിന്റെ പ്രസംഗം നടത്തിയിട്ടുള്ള ശശികല ടീച്ചർക്കെതിരെ ഒരു UAPAയും ഇല്ല. ഇവിടെ കേരളം ഭരിക്കുന്നത് ആരാ? പിണറായി വിജയന്. RSSകാരനല്ല, CPMകാരനാണ്. മാർക്സിസ്റ്റുകാരെ നിങ്ങളെ പുറത്തൊന്ന് തപ്പി നോക്ക്. നിങ്ങളൊക്കെ മാർക്സിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ നിങ്ങൾക്ക് അഭിമാനമുണ്ടോ എന്ന്? രാജ്യത്ത് 2 തരത്തിലുള്ള നീതി നടപ്പിലാക്കുകയാണ്. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് തെറ്റായ രീതിയിൽ അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന RSSന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഈ നിലപാട് തിരുത്തണം. ഫൈസലിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിൽ കൊണ്ടുവരണം. ഡമ്മികളെയല്ല, യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊണ്ടുവന്നാൽ പോരാ. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ അതിന് തയ്യാറാവണം. കാരണം ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു അരക്ഷിതബോധമുണ്ട്, അഗ്നിപർവ്വതമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വതമുണ്ട്. രാജ്യത്തെ നീതി നടപ്പിലാക്കപ്പെടുമെന്ന, ന്യായം നടപ്പിലാക്കപ്പെടുമെന്ന, രാജ്യത്തെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഈ ഭരണകൂടത്തോടും ഈ പോലീസ് അധികാരികളോടും. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ RSSന്റെ ശാഖയിലും RSSന്റെ നേതാക്കന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ടുള്ള ചായ കൂടി ഒന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പണി ചെയ്യണം. നിങ്ങളുടെ പണികൾ കൃത്യമായി ചെയ്ത് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തെ നീതി മരിച്ചിട്ടില്ല, നിയമം അവസാനിച്ചിട്ടില്ല, ഈ രാജ്യത്തെ മതസൗഹാർദ്ദത്തിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുണ്ട് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ കേസന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മാതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടത്രേ, നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഏതൊരാൾക്കും മുസ്ലിം ആവാം, ഹിന്ദു ആവാം, കമ്മ്യൂണിസ്റ്റ് ആവാം, കോൺഗ്രസ് ആവാം, ലീഗ് ആവാം, SDP ആവാം, ആർക്കും അവരെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത് ആദർശത്തെ ആയുധം കൊണ്ട് നേരിടുന്നത് ഭീരുക്കളാണ്. നിങ്ങൾ ഭീരുക്കളുടെ മാളങ്ങളിൽ നിന്നിട്ടാണ് ഈ സമുദായത്തിന് നേരെ കല്ലെറിയുന്നത്. നിഷ്പക്ഷമായി നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഇനിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രംഗത്ത് വരും. ഞങ്ങളിത് അവസാനിപ്പിച്ചിട്ടില്ല. ഈ ഒരൊറ്റ റാലി കൊണ്ട്, ഈ ഒരു പ്രകടനം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ല. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ രാജ്യത്തെ ജനങ്ങളെ അരക്ഷിതാവസ്ഥയുടെ മുൻമുലയിൽ നിർത്തി RSSന്റെ കുട്ടൂരത്തിനനുസരിച്ച് നിങ്ങൾ കുഴലൂരാൻ നിന്നാൽ അത് രാജ്യത്ത് അപകടങ്ങൾ ഉണ്ടാക്കും, രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി നീതിയുക്തമായി കേസ് അന്വേഷിക്കുവാനും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. ഗൂഢാലോചന കേസിൽ ആളുകളെന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ മുഴുവൻ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നു. മാത്രമല്ല, പീസ് സ്കൂൾ എന്ന് പറയുന്ന കേരളത്തിലെ സമാധാനപരമായി വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ മതവിരുദ്ധമായി എന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്
കേരളത്തിൽ അങ്ങോളമുള്ള പീസ് സ്കൂളുകൾ നിങ്ങൾ അടച്ചു പൂട്ടിപ്പിച്ചു പിണറായിയുടെ പോലീസ്. കൊടുങ്ങല്ലൂർ ഫൈസലിനെ കൊലപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചന നടന്നത് വിദ്യാനികേതൻ സ്കൂളിലാണ്, RSSകാർ നടന്ന സ്കൂളിലാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ആ വിദ്യാനികേതൻ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് പോലീസുകാര് ആ ഗൂഢാലോചന നടന്നത് അവിടെയാണ് എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അവിടെയുള്ള ആളുകളാണ്, ആ സ്ഥാപനം നടത്തുന്ന ആളുകളാണ്, ഗൂഢാലോചനയിലെ പ്രതികളെന്നും പറയുന്നു. പക്ഷേ ആ സ്കൂൾ അടച്ചുപൂട്ടുവാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല, പോലീസ് തയ്യാറായിട്ടില്ല. ഇതൊക്കെ എന്ത് സൂചനകളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത്? RSSകാരൻ എന്തും ചെയ്യാം, RSSകാരന് എവിടെ വെച്ചും ഗൂഢാലോചന നടത്താം. മുസ്ലിങ്ങളെ യാതൊരു തരത്തിലുമുള്ള അവകാശ സമരങ്ങൾ നടത്തിക്കൂടാ, ന്യായമായ അവകാശങ്ങൾ ചോദിച്ചുകൂടാ. അങ്ങനെ ചോദിക്കുന്നതൊക്കെ ദേശവിരുദ്ധമാവുക, അത് വർഗീയവാദമാവുക. അതിന്റെ പേരിൽ അവരുടെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കുക, അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുക, സമ്പത്ത് കണ്ടുകെട്ടുക, എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? UAPA പ്രകാരം കേസെടുത്ത് മുസ്ലിം സമുദായത്തെ ഭീഷണിപ്പെടുത്തുക. ഇപ്പോ നിലമ്പൂരില് ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് കേരളത്തിലെ പോലീസിന് കയറൂരി പിണറായി അത്തരത്തിലുള്ള ഒരു പോലീസ് രാജ് നടപ്പിലാക്കുവാൻ, അതായത് ഉത്തരേന്ത്യൻ മോഡലിലുള്ള ഒരു പോലീസ് രാജ് കേരളത്തിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ശക്തമായ ജനകീയ പ്രതിരോധം മാത്രമാണ് അതിനുള്ള പോംവഴി. നമ്മൾ ഭീരുക്കളെ പോലെ മാളങ്ങളിൽ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ AC റൂമിലിരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ജനങ്ങൾ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങണം. ഈ ഭരണകൂടങ്ങൾ ഒരിക്കലും നമ്മുടെ അവകാശങ്ങൾ വെള്ളിത്തളികയിൽ വെച്ച് നമ്മുടെ കൈകളിൽ തരികയില്ല. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാർക്ക് ഇനി വിശ്രമമില്ല. അവർ ഊണും ഉറക്കവും ഒഴിച്ച് ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് ഫൈസലിന്റെ കൊലപാതകം യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ അവർക്ക് വിശ്രമമില്ല, അവർക്ക് ഉറക്കമില്ല എന്ന് ഈ റാലി ഇവിടെ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. എന്നെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, നാം ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പ്രജകളാണ്, നാം ഒരുത്തരുടെയും അടിമകളല്ല. നമ്മൾ ഈ രാജ്യത്തിലെ പൗരന്മാരാണ്, നമ്മൾ ഒരുത്തന്റെയും ഓസാരത്തിൽ ജീവിക്കുന്നവരല്ല. നമ്മുടെ അവകാശങ്ങൾ ഭരണഘടനാദത്തമാണ്, അത് ഔദാര്യമല്ല. ആ ഔദാര്യമല്ലാത്ത അവകാശങ്ങളെ പിടിച്ചു വാങ്ങുവാൻ